അനുമോളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അനുമോൾ എന്താണെന്ന്. അനുമോളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അനുമോള് വീട്ടില് 2 ബെഡ്റൂമോ 3 ബെഡ്റൂം 2 ബെഡ്റൂമോ ഉള്ളൂ. താഴെ ഒരു ബെഡ്റൂമും മേലൊരു ബെഡ്റൂമും. താഴെ ഒരു ബെഡ്റൂം ഉണ്ടോ അല്ല അവിടെ സെപ്പറേറ്റ് ഒരു കോണിപ്പടിയുടെ കൂടെ ടെറസിന്റെ മേളിൽ ഒരു റൂം സെറ്റ് ചെയ്തേക്കാം അവൾക്ക് വേണ്ടിട്ട്. ഒരു ചെറിയൊരു റൂം, അതിൽ അവളുടെ ഡ്രസ്സ് കാര്യങ്ങള് അവളുടെ മേക്കപ്പ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൾക്ക് റൂം. അതാണ് അവളുടെ റൂം. അച്ഛനും അമ്മയും താഴെ കിടക്കുന്നു. അങ്ങനെ ഒരു ചേച്ചിക്ക് റൂം, ചേച്ചി ഇല്ലല്ലോ. അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് അവളുടെ വീട്. ഞാൻ അങ്ങനെ ഓർക്കുന്നത് ഒരു റബ്ബറും തോട്ടമൊക്കെ ആയിട്ട് ഒരു നാട്ടും പുറമാണ്. ചില സ്ഥലത്ത് വഴിയൊന്നും അങ്ങനെ പ്രോപ്പർ വേകുന്നില്ല അവർക്ക്. ഇപ്പൊ ഞാൻ 5 കൊല്ലം പോയ കാര്യമാണ് ആര്യനാട്. ഒരു നാട്ടും പുറമാണ്, ചെറിയൊരു ഗ്രാമമാണ് ആര്യനാട്. നല്ല രസമുള്ള സ്ഥലമാട്ടോ, ജീവിക്കാനൊക്കെ അടിപൊളിയാണ്. അവിടെ നിന്ന് അവള് ബസ്സൊക്കെ കയറി ട്രെയിനൊക്കെ കയറി ചെറിയൊരു ആൾട്ടോ, അന്നൊരു ചെറിയ ആൾട്ടോ ഉപയോഗിക്കുന്നത്, ആ അച്ഛനെ ഓടിക്കുന്ന ഒരു ആൾട്ടോ. ഇപ്പൊ ഒരു കിയുടെ വണ്ടി എടുത്തു, ഒരു ആൾട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലാണ് അവളെ ട്രെയിൻ കയറ്റാനും ബസ്സിനൊക്കെ അവരുടെ അച്ഛൻ കൊണ്ടുപോകണൊക്കെ കാണാറുണ്ട്. എന്നിട്ട് പറയുള്ളൂ. അപ്പോ ഭയങ്കര ഒരുപാടേ സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ. ഇനി അവൾ ഇനിയിപ്പോ എന്ത് ആളുകൾ എന്ത് ടാറടിച്ചു നോക്കാനും ഇനിയിപ്പോ എന്ത് പിആറോ എന്തുണ്ടെങ്കിലും അവൾക്ക് അവളുടെ കഷ്ടപ്പാടുണ്ട്. അവിടെയുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോ അനീഷും ഈ അക്ബർ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടുണ്ടോ. പക്ഷെ എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല. എനിക്ക് അവരുടെ കഷ്ടപ്പാട് അറിയാൻ പാടില്ല കേട്ടോ. അനുമോളുടെ കഷ്ടപ്പാട് എനിക്ക് അറിയാം.